വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. റാഫേൽ മാലാഖ തന്നെ വെളിപ്പെടുത്തിയപ്പോൾ സംഭ്രാന്തരായ തോബിയാസിനെയും തോബിത്തിനെയും ആശ്വസിപ്പിച്ച് അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. എൻ്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. തോബിത്ത് 12-ാം അധ്യായം 17-18 തിരുവചനങ്ങൾ. അവർ ദൈവത്തിൻ്റെ മഹനീയവും അത്ഭുതാവഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിൻ്റെ ദൂതൻ തങ്ങൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. 58-ാം വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട തോബിത്തിന് 8 വർഷം കഴിഞ്ഞത് തിരിച്ചു കിട്ടി. അവൻ ദാനധർമ്മങ്ങൾ ചെയ്യുകയും ദൈവമായ കർത്താവിനെ ഭക്തിപൂർവ്വം സ്തുതിക്കുകയും ചെയ്തു. നിത്യനായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. അവിടുത്തെ രാജ്യം അനുഗ്രഹീതം. അവിടുന്ന് ശിക്ഷിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്നു. പാതാളത്തിലേക്ക് താഴ്ത്തുകയും അവിടെ നിന്ന് വീണ്ടും ഉയർത്തുകയും ചെയ്യുന്നു. അവിടുത്തെ കരങ്ങളിൽ നിന്ന് ആരും രക്ഷപ്പെടുകയില്ല. മേൽ അവിടുത്തെ സ്നേഹം തലമുറകളോളം എന്നേക്കും ചൊരിയട്ടെ എന്ന് തുടങ്ങുന്ന കീർത്തനം തോബിത്ത് ആലപിച്ചു. വൃദ്ധനായപ്പോൾ പുത്രനെയും പൗത്രന്മാരെയും വിളിച്ച് അവരോട് പറഞ്ഞു, മകനെ, എനിക്ക് വയസ്സായി, ജീവിതത്തോട് വിടവാങ്ങാൻ കാലമെടുത്തു. നീ മക്കളെയും കൂട്ടി മേദിയയിലേക്ക് പുറപ്പെടുക. നിനവെ നശിപ്പിക്കപ്പെടുമെന്ന് യോനാ പ്രവാചകൻ പറഞ്ഞത് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എന്നാൽ മേദിയയിൽ കുറെ കാലം സമാധാനം നിലനിൽക്കും. നമ്മുടെ സഹോദരന്മാർ തങ്ങളുടെ നല്ല ദേശത്തിൽ നിന്ന് ഭൂമിയിൽ നിന്നും ചിതറിക്കപ്പെടും. ജെറുസലം വിജനമാകും. ദേവാലയം അഗ്നിക്കിരയായി കുറെ കാലത്തേക്ക് നാശകൂമ്പാരമായി കിടക്കും. തോബിത്ത് 14-ാം അധ്യായം 3-4 തിരുവചനങ്ങൾ. തോബിത്തിന് 158 വയസ്സായപ്പോൾ അവൻ മരിച്ചു. കുറച്ചു കാലം കഴിഞ്ഞ് അന്ന മരിച്ചപ്പോൾ തോബിയാസ് അവളെ പിതാവിൻ്റെ സമീപത്ത് സംസ്കരിച്ചു. തോബിയാസ് തൻ്റെ 127-ാം വയസ്സിൽ മരിക്കുന്നതിന് മുമ്പേ തന്നെ നബൂഖദ്നേസറും അഹോസേറും നിനവെ കീഴടക്കി നശിപ്പിച്ചു. തോബിത്തിൻ്റെ പുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു. പരിശുദ്ധാത്മാവേ, തിരുവചനത്തിൻ്റെ അനന്തശക്തിയാൽ ആത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.